മക്കളെ ഇന്നത്തെ ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് SSLC ഓണം എക്സാമിന് വരാൻ പോകുന്ന ബയോളജിനെ പറ്റിയിട്ട് ഒരു കംപ്ലീറ്റ് ഐഡിയ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളുടെ ഈ ഒരു വീഡിയോന്റെ താഴെ ഓണം എക്സാം എന്ന് പറഞ്ഞിട്ടൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മിസ് നിങ്ങൾക്ക് ബയോളജിയിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ഓണം എക്സാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞുതരാം. അതായത് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്, അതേപോലെ തന്നെ ഓരോ ചാപ്റ്ററിനും എത്ര മാർക്കിനാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്, അതേപോലെ തന്നെ ആ ഓരോ ചാപ്റ്ററിലെയും ഫോക്കസ് ഏരിയാസ്, അതായത് നമ്മൾ എന്തായാലും പഠിച്ചിട്ട് പോകേണ്ട ടോപ്പിക്സുകൾ ഏതാണ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ കിട്ടും, ഇതൊക്കെയാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യത്തെ 2 ചാപ്റ്ററാണ് നമുക്ക് മെയിൻ ആയിട്ട് നോക്കാനുള്ളത്. 3-ാം ചാപ്റ്റർ നിങ്ങൾ ഇപ്പം എന്താ പറയുക വലിയ കാര്യമായിട്ട് നിങ്ങൾ അതിലേക്ക് പോകണമെന്നില്ല. ഫസ്റ്റ് 2 ചാപ്റ്റർ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം 3-ാം ചാപ്റ്റർ പഠിച്ചാൽ മതി. കാരണം അതിനകത്ത് നമ്മളോട് ചോദിക്കാനുള്ള ചാൻസ് വളരെ 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 കുറവാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു മാർക്ക് മിസ് വെയിറ്റേജ് പറയുന്നത് വേറെ ഒന്നിൻ്റെയും ബേസിസിലല്ല, നമ്മളുടെ ഗവൺമെൻറ് ഇറക്കിയിട്ടുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള നമ്മളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ടാണ് മിസ് ഈ ഒരു മാർക്സ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം അതായത് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നത് 27 മാർക്കിനാണ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന് വന്നിരിക്കുന്നത് 27 മാർക്കിനാണ്. പക്ഷേ 27 മാർക്കിന് തന്നെ ചോദിച്ചോളാം എന്നല്ല മിസ് പറയുന്നത്, ഏകദേശം ആ ഒരു റേഞ്ചിലായിരിക്കും നമുക്ക് വരിക. ഇനി സെക്കൻഡ് ചാപ്റ്ററിന് നമുക്ക് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്നത് ഏകദേശം 24 മാർക്കിനാണ്. അപ്പോൾ വെയിറ്റേജ് കൂടുതൽ കാണിക്കുന്നത് ഫസ്റ്റ് ചാപ്റ്ററിനാണ്. എന്നാലും വലിയ വ്യത്യാസമൊന്നുമില്ല, ഒരു 3 മാർക്കിൻ്റെ ഒക്കെ വ്യത്യാസമേ ഉള്ളൂ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവാം. അപ്പോൾ ഏകദേശം ഈ 2 ചാപ്റ്ററിനും എന്താണ് ഒരേ വെയിറ്റേജ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് 27, 24, 40 മാർക്കെല്ലാം കടന്നു പോയില്ലേന്ന് തോന്നും. അപ്പോൾ ഇത് വേറെ ഒന്നുമല്ല, നമ്മൾ ഓർ ക്വസ്റ്റ്യൻസും കൂടെ കൂട്ടിയിട്ടാണ് ഈ ഒരു മാർക്ക് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഇതല്ലെങ്കിൽ അത് എന്നുള്ള ഓർ ആയിരിക്കും ഉണ്ടാവുക അല്ലേ. അപ്പോൾ ആ ക്വസ്റ്റ്യൻസും കൂടെ കൂട്ടിയിട്ടാണ് മിസ് ഈ ഒരു മാർക്ക് വരുന്നത്. അപ്പോൾ മൊത്തത്തിൽ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചോദ്യങ്ങളെല്ലാം കൂട്ടി നോക്കുമ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിന് ഒരു 27 മാർക്കിന് വന്നിട്ടുണ്ട്, 2-ാം ചാപ്റ്ററിന് 24 മാർക്കിന് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു റേഞ്ചിൽ നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഏകദേശം ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ 2 ചാപ്റ്ററും പഠിക്കുക. ഇനി 3-ാമത്തെ ചാപ്റ്റർ പഠിക്കണ്ട. ഓക്കെ, ഈ ആദ്യത്തെ 2 ചാപ്റ്റർ നിങ്ങൾ നല്ല വൃത്തിക്ക് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫുൾ A+ കിട്ടും. ഓക്കെ, ഇനി 3rd ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ഏറിപ്പോയാൽ ഒരു 0 to 5 ഒന്നെങ്കിൽ അത് ചോദിക്കാനേ പോകുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 5 മാർക്കിനൊക്കെ മാക്സിമം ചോദിച്ചാലായി, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നെഗ്ലക്ട് ചെയ്ത് വിട്ടാലും വലിയൊരു കുഴപ്പമില്ല. ഇനി നമ്മളുടെ ഫോക്കസ് ഏരിയാസ് ഏതൊക്കെയാന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചാപ്റ്റർ 1ന്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്ന ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, ഈ ഫോക്കസ് ഏരിയ എന്ന് പറയുമ്പോൾ ഇത് മാത്രം പഠിച്ചു പോയാൽ ഫുൾ A+ കിട്ടുമോ മിസ് എന്നിട്ട് ഇതിൻ്റെ താഴെ ഇപ്പം കമൻറ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ കിട്ടില്ല. ഓക്കെ, അത് ആ ഒരു ചോദ്യത്തിന് ഇവിടെ പ്രസക്തി ഇല്ല. എന്തുകൊണ്ടാണ്? ഇതെന്ന് പറയുന്നത് നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് പോകേണ്ട ടോപ്പിക്കുകളാണ്. അത് വെച്ച് ബാക്കി പഠിക്കണ്ട എന്നല്ല, ഇത് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം. ബാക്കി സ്ഥലത്തു നിന്ന് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാകും, പക്ഷെ ഇതിൽ നിന്ന് എന്തായാലും ചോദ്യങ്ങൾ ഉണ്ടാകും. ഓക്കെ, അതാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്ന ഭാഗം, അതിൻ്റെ ഘടന, സ്ട്രക്ചർ ഇതെല്ലാം പഠിച്ചു വെക്കുക. പ്രോട്ടീൻ സിന്തസിസ് അഥവാ പ്രോട്ടീൻ നിർമ്മാണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ദെൻ നമ്മുടെ മെൻ്റലിൻ്റെ ഭാഗങ്ങൾ, ഓക്കെ, ഡൈ ഹൈബ്രിഡ് ക്രോസ്, മോണോ ഹൈബ്രിഡ് ക്രോസ്, അങ്ങനെയുള്ള ആ ഒരു ഭാഗങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. 2-ാമത്തെ ചാപ്റ്ററിൽ നിന്ന് നമ്മളെ തിയറീസ്, ഓക്കെ, ഇപ്പം നമ്മൾ പല സിദ്ധാന്തങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത് നാച്ചുറൽ സെലക്ഷൻ അഥവാ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം, അതേപോലെ ന്യൂറോണിൻ്റെ ഘടന, സ്ട്രക്ചർ, പിന്നെ നമ്മളുടെ ബ്രെയിൻ സ്ട്രക്ചർ, ഓക്കെ, തലച്ചോറിൻ്റെ ഘടന, പിന്നെ സിനാപ്സ്. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ് സിനാപ്സ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, അതേപോലെ നമുക്ക് 1 ഷോട്ട് റിവിഷനൊക്കെ എന്ത് ചെയ്യും? 1 ഷോട്ട് റിവിഷനൊക്കെ നമുക്ക് നമ്മളുടെ സ്വന്തം യൂട്യൂബിൽ ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് വേണ്ട സംഭവങ്ങളൊക്കെ എന്താ പറയുക ഫുള്ളായിട്ട് നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ കിട്ടും അല്ലേ? അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത് വേറൊരു നമ്പറല്ല, ഈ നമ്പറാണ്. ആദ്യമേ പറയാണ് വാട്സാപ്പ്. ഓക്കെ, കോൾ ചെയ്യേണ്ട, ഈ നമ്പറിലേക്ക് ആരും വിളിക്കേണ്ട, ആ നമ്പർ ചിലപ്പോൾ ബ്ലോക്ക് ആയി പോകും. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യുക, വാട്സാപ്പ് ചെയ്താൽ മതി ഈ ഒരു നമ്പർ. ഓക്കെ, ഈ കാണുന്ന നമ്മളുടെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സാപ്പിൽ വെറും നിങ്ങളെ ക്ലാസ് അയച്ചു കൊടുക്കുക. 10, 9, 8 ഏതാണോ, ഓക്കെ, 8, 9, 10 മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അവരെന്ത് ചെയ്യുക, നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾ 10 ആണെന്നുണ്ടെങ്കിൽ 10 എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ഒരു മെറ്റീരിയൽസിലേക്കുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സമ്പ്രദായം. ഓക്കെ, അപ്പോൾ ഒരിക്കലും ആ ഒരു നമ്പറിലേക്ക് വിളിച്ച് വെറുപ്പിക്കരുത്. വിളിച്ച് ആരും ഫോൺ എടുക്കാൻ പോകുന്നില്ല, ചിലപ്പോൾ നിങ്ങളുടെ നമ്പർ ബ്ലോക്ക് ആയി പോവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ
ഇതെല്ലാം കൂടി നിങ്ങൾക്കൊരു പാക്കേജ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്വന്തം എജുപോർട്ടിൻ്റെ SSLC സൂപ്പർ ബാച്ച് ഉണ്ട്. അതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എവ്രി മൺഡേ പുതിയ ബാച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും സംശയം വേണ്ട, അയ്യോ ഞാൻ ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തുകൊണ്ട് ഫസ്റ്റത്തെ ടോപ്പിക്സ് കിട്ടാതെ വരുമോ, അങ്ങനത്തെ ഒരു പേടിയുടെ ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ എവ്രി മൺഡേ നമുക്ക് പുതിയ ബാച്ച് ഉണ്ട്. ആൻഡ് ഇപ്പോൾ ഓഫർ പ്രൈസിലാണ് റൺ ചെയ്യുന്നത്. 3499 ആണ് നമ്മളുടെ പ്രൈസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് എജുപോർട്ടിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും, അല്ലെങ്കിൽ ചിലവർക്ക് അറിയാത്തൊരു സംഭവമാണ്, നമ്മൾ എജുപോർട്ടിൻ്റെ എല്ലാത്തിൻ്റെയും ഫസ്റ്റ് ചാപ്റ്റേഴ്സ് ഫ്രീ ആയിട്ട് കിട്ടും. അതായത് നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യാതെ തന്നെ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പം നിങ്ങൾ ആ ഒരു ഫസ്റ്റ് ചാപ്റ്റർ എടുത്ത് നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ക്ലാസ്സസിൻ്റെയും ക്വാളിറ്റി എന്താണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കണം. അപ്പോൾ ആ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങളെടുത്തൊന്ന് കണ്ടു നോക്കുക. അതിൽ നിങ്ങൾ എന്തായാലും ഇംപ്രസ്ഡ് ആവും. അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ടേക്കും എല്ലാ ചാപ്റ്ററും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് സുസ്വാഗതം. ഓക്കെ, റെഡി? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. സോ എല്ലാവരും ഇനി അങ്ങോട്ടേക്ക് നമ്മൾ എജുപോർട്ടിനെ കൂടെ അടിച്ചു പൊളിച്ച് പഠിക്കാൻ വേണ്ടി റെഡി ആണെങ്കിൽ ഫുൾ മാർക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു വീഡിയോന് താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ വീഡിയോ എൻ്റെ മക്കളെല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക കേട്ടോ. ഓക്കെ, ടാറ്റ, ബൈ ബൈ, ഓൾ ദി ബെസ്റ്റ്.